കൊല്ലത്തേക്കൊന്ന് നോക്കാം. ദേശഭക്തിഗാനം പാടിയാൽ കേസെടുക്കുമെന്ന പോലീസിന്റെ തിട്ടൂരത്തിന് മറുപടി. കൊല്ലം പനയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദേശഭക്തിഗാനമായ ഗണഗീതം പാടി. സ്വകാര്യ ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയാൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഗാനമേളയിൽ ഭക്തരുടെ ആവശ്യപ്രകാരം ഗണഗീതം ആലപിച്ചു. കേസെടുത്താൽ പ്രതിഷേധം ശക്തമാകുമെന്നും ഹൈന്ദവ സംഘടനകൾ അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, പോലീസിന്റെ തിട്ടൂരത്തിന് ഭക്തർ നൽകിയ ശക്തമായ മറുപടി തന്നെയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേളയിൽ ഗണഗീതം ആലപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു നിർദ്ദേശം നൽകിക്കൊണ്ട് പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ നോട്ടീസുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ഒരു സ്വകാര്യ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ക്ഷേത്രത്തിൽ ഇടപെടാൻ, അതായത് അവിടെ എന്ത് പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടെയുള്ള ഭരണസമിതിയാണ്, അവിടെയുള്ള ഭക്തജനങ്ങളാണ്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നോട്ടീസ് നൽകുകയും ഗണഗീതം പാടിയാലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ആവിഷ്കാരം ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെതിരെ തന്നെയാണ് അവിടെയുള്ള ഭക്തജനങ്ങൾ നിലകൊണ്ടത്. എന്തായാലും ക്ഷേത്രത്തിൽ ഗാനമേളയോടനുബന്ധിച്ച് ഗണഗീതം ആലപിക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവിടെയുള്ള ഭക്തരും ഭരണസമിതിയും തീരുമാനിച്ചത്. ആ സ്വീകരിച്ച നിലപാടിനനുസരിച്ച് തന്നെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഗാനമേളയിൽ പരമപവിത്രമതാമിനി മണ്ണിൽ എന്ന് ആരംഭിക്കുന്ന ഗണഗീതം പാടിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്.